ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. തിരിച്ചറിയാതിരിക്കാൻ റോളക്സ് എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് നൽകി ലഹരിമരുന്ന് വിൽപ്പന നടത്തിയ സംഘം വണ്ടൂർ എക്സൈസിന്റെ പിടിയിലായി. ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരിമരുന്ന് വിൽപ്പനയൊരുക്കിയ സംഘത്തിലെ 2 പേരെയാണ് പിടികൂടിയത്. ഒരാൾ ഓടി രക്ഷപ്പെട്ടു. വിക്രം സിനിമയിലെ വില്ലൻ കഥാപാത്രമാണ് റോളക്സ്. മയക്കുമരുന്നെത്തിക്കുന്ന സംഘം ഈ കഥാപാത്രത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേരിലുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരിമരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറങ്ങിയ സംഘമാണിവർ. ഉപഭോക്താക്കൾ QR കോഡിലുള്ള പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്നു. അതിഥി തൊഴിലാളികളുടെ മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത്. വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൂർമഹൽ വീട്ടിൽ നൌഫൽ അബൂബക്കർ, സംഘത്തിലെ റോളക്സ് എന്ന വാട്സ്ആപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായ് വീട്ടിൽ വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുലാണ് രക്ഷപ്പെട്ടത്. ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ, മൊബൈൽ ഫോണുകൾ, ബാങ്ക് അക്കൌണ്ട് പാസ്ബുക്കുകൾ എന്നിവയും തിരൂരിലെ കേന്ദ്രത്തിൽ നിന്ന് 5 കിലോഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. നൌഫൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ തിരൂർ തലക്കാട് പുല്ലൂരിലെ വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചതെന്ന് വിവരം ലഭിച്ചു. മറ്റ് സംഘാംഗങ്ങൾ അവിടെയിരുന്നാണ് വിൽപ്പനയ്ക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും മനസ്സിലാക്കി. കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം പുലർച്ചെ തിരൂരിലെ വാടക ക്വാർട്ടേഴ്സിലെത്തിയാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ നിന്നാണ് 5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. കാളികാവ്, കരുവാരക്കുണ്ട്, പാണ്ടിക്കാട്, നിലമ്പൂർ, വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്ന് എക്സൈസ് അധികൃതർ പറയുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ N. നൌഫൽ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസറും ഉത്തരമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗവുമായ KS അരുൺകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KV വിപിൻ, മുഹമ്മദ് അഫ്സൽ, ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. BCA, PSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.